ഹലോ നമസ്കാരം, രഞ്ജിത്ത്. കേരളത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് പുതിയ പുതിയ ടെക്സ്റ്റൈൽ ഷോറൂമുകൾ വരുന്നു എന്നുള്ളത്. ഏറ്റവും അടുത്തായി ഞാൻ കണ്ടത് ജയലക്ഷ്മിയുടെ ഒരു വലിയ ഷോറൂം പാലാരിവട്ടം പാലത്തിന് സമീപത്തായി കൊച്ചിയിൽ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രമാത്രം ആളുകൾ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ മേടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവയെല്ലാം വളരെ സസ്റ്റൈനബിളായി പ്രോഫിറ്റബിളായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് പലരെയും അതിശയിപ്പിക്കുന്ന ചോദ്യമായിരിക്കും. തീർച്ചയായിട്ടും ജയലക്ഷ്മി, കല്യാൺ പോലുള്ള ട്രഡീഷണൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പലപ്പോഴും ഫാമിലി കൗണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഇത്തരം കൗണ്ടേഴ്സിലെല്ലാം അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട്. പക്ഷേ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ എല്ലാം സെയിലിൽ ചെറിയ ഡിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഡിപ്പ് അനുഭവപ്പെട്ടിട്ടും പുതിയ ഷോറൂമുകൾ എന്തുകൊണ്ടായിരിക്കും ഇവർ തുറക്കുന്നത്? ഇതിന്റെ ഭാവി എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ ഫാഷൻ റീറ്റെയിൽ രംഗം തീർച്ചയായിട്ടും ഗ്രോത്ത് പാത്തിൽ തന്നെയാണ്. ഏകദേശം ആനുവലി 12.65% ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണിത്. പക്ഷേ അതിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കൺസ്യൂമർ ബിഹേവിയറിൽ വലിയ ചേഞ്ചുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ചേഞ്ചുകളാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് ഇത് ന്യൂ ജനറേഷൻ ഷോപ്പുകളും പഴയ ഷോപ്പുകളും തമ്മിലുള്ള ഇക്വേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല, ഓൺലൈൻ റീറ്റെയിൽ രംഗം, ഓൺലൈൻ വ്യാപാരം നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽസിലും ഫാഷനിലും 22.2% ഗ്രോത്ത് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഈ സെഗ്മെന്റിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള റീറ്റെയിലേഴ്സിന് സംഭവിക്കുക? കല്യാൺ പോലെ, ഷീമാട്ടി പോലെ, ജയലക്ഷ്മി പോലെ, ചെന്നൈ സിൽക്സ് പോലെയുള്ള, പോത്തീസ് പോലെയുള്ള ഒരുപാട് റീറ്റെയിലേഴ്സ് കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ തനതായ റീറ്റെയിലേഴ്സ് എന്നറിയപ്പെടുന്ന ഒരുപാട് റീറ്റെയിലേഴ്സും ഒപ്പം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വലിയ റീറ്റെയിലേഴ്സും എല്ലാം ടെക്സ്റ്റൈൽ രംഗത്ത് വളരെ സജീവമാണ്. ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ഫാമിലി കൗണ്ടേഴ്സിനെല്ലാം വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തൊക്കെ കാര്യങ്ങളിലാണ് ട്രഡീഷണൽ ഔട്ട്ലെറ്റുകൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ ഈ മാർക്കറ്റിൽ നിന്ന് തന്നെ ഔട്ടായി പോകും എന്ന് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ്, ഏത് ബിസിനസ് ആയിക്കോട്ടെ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അവരുടെ പ്രൊഡക്റ്റിനും സർവീസിനും തന്നെയാണ്. പലപ്പോഴും ട്രഡീഷണൽ റീറ്റെയിൽ ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും സർവീസും എന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള, അത്ര ഫാഷൻ ഓറിയൻറ്റഡ് അല്ലാത്ത, ഒരല്പം കൺസർവേറ്റീവ് ആയിട്ടുള്ള തരത്തിലുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ്. പണ്ട് കാലത്ത് തീർച്ചയായിട്ടും ഒരു ടോപ്പ് ക്ലാസ് ഒഴിച്ചാൽ ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം അവിടേക്ക് വരുമായിരുന്നു. എല്ലാ കാര്യത്തിനും ഈ ഫാമിലി കൗണ്ടേഴ്സിനെ ഫാമിലി ആയിട്ട് തന്നെ ആശ്രയിക്കുമായിരുന്നു. ഇന്ന് ഒരു ഫാമിലി കൗണ്ടറിൽ പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 വയസ്സിന് താഴെയുള്ള ആളുകൾ വളരെ അപൂർവമായി മാത്രമേ ഇത്തരം കൗണ്ടേഴ്സ് സന്ദർശിക്കുന്നുള്ളൂ എന്ന് കാണാൻ കഴിയും. വെസ്റ്റ് സൈഡ് പോലെ, സ്റ്റുഡിയോ പോലെ, മാക്സ് പോലെ, ട്രെൻഡ്സ് പോലെ, സ്റ്റൈൽ യൂണിവേഴ്സ് പോലെ ഇങ്ങനെയുള്ള കൗണ്ടേഴ്സ് എല്ലാം, പുതിയ ന്യൂ ജനറേഷൻ കൗണ്ടേഴ്സ് എല്ലാം ആണ് ജെൻസി കുട്ടികളും ജെൻ ആൽഫയും ഒക്കെ സന്ദർശിക്കുന്നത്. അവരാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പർച്ചേസിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അതായത് ഒരു വലിയ ചങ്ക് ഓഫ് കസ്റ്റമേഴ്സിനെ ഓൾറെഡി ട്രഡീഷണൽ റീറ്റെയിലേഴ്സിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പല റീറ്റെയിൽ ഷോപ്പുകളും കല്യാൺ പോലെ, കല്യാൺ സിൽക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാസിയോ പോലെ, കല്യാൺ സാരീസിൻ്റെ കല്യാൺ 99 പോലെയുള്ള ന്യൂ ജനറേഷൻ ഷോപ്പുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് കൾച്ചർ ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ വിഷൻ ഇതുമായിട്ട് അലൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അടുത്ത ലെവലിലേക്ക് ഇത്തരം സാധനങ്ങളെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു സ്റ്റുഡിയോ ആയിട്ടോ, മാക്സ് ആയിട്ടോ, ട്രെൻഡ്സ് ആയിട്ടോ പോലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ ട്രഡീഷണൽ ബ്രാൻഡുകളുടെ സബ് ബ്രാൻഡുകൾക്ക് വളരാൻ സാധിച്ചിട്ടുമില്ല. എന്നാൽ ഈ ട്രഡീഷണൽ ബ്രാൻഡുകളിൽ ഓൾറെഡി ഉള്ള ഫാമിലി ഔട്ട്ലെറ്റുകളിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ലൈനുകൾ കുത്തി നിറയ്ക്കുമ്പോൾ അവയുടെ ഇക്വേഷനും മൊത്തം മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ഔട്ട്ലെറ്റുകൾ വലിയ കൺഫ്യൂഷനിൽ തന്നെയാണ്. കൺസർവേറ്റീവ് ആയിട്ടുള്ള മോഡലിൽ മാത്രം പോയാൽ ഒരു സംശയം വേണ്ട, ഒരു വലിയ പരിധി കസ്റ്റമേഴ്സിനെ, ഒരു വലിയ ചങ്ക് ഓഫ് കസ്റ്റമേഴ്സിനെ അവർക്ക് നഷ്ടപ്പെടും. ഓൾറെഡി നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അതവരുടെ സെയിൽസിലെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഒരു ഷോപ്പിനകത്ത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള, സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഫാഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റൈലുകളൊക്കെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയും അത് ഏറ്റവും നല്ല രീതിയിൽ മെർച്ചൻഡൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പഴയ കടകൾ, പഴയ ഷോപ്പുകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുദ്ര കുത്തപ്പെടുകയും മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം ഡിജിറ്റൽ പ്രസൻസ് തന്നെയാണ്. പലപ്പോഴും ഡിജിറ്റൽ പ്രസൻസ് ഇല്ലാത്ത ഔട്ട്ലെറ്റുകളെ കുറിച്ച് ഇനിയുള്ള ജനറേഷൻ അറിയുമോ എന്നുള്ളത് പോലും വലിയ ചോദ്യമാണ്. ഇന്ന് നിങ്ങളുടെ ഷോപ്പുകളിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പഴയ ആളുകൾ കേട്ടറിഞ്ഞിട്ടുള്ളതോ വേർഡ് ഓഫ് മൗത്തിലൂടെയോ റെഫറൻസിലൂടെയോ ഒക്കെ അറിഞ്ഞിട്ടുള്ളതോ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ആളുകൾക്ക് അറിയണമെങ്കിൽ, പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഡിജിറ്റലി നിങ്ങളുടെ പ്രസൻസ് എക്സൈറ്റിംഗ് ആയിരിക്കണം. മാത്രമല്ല നിങ്ങൾ വൈബ്രൻ്റ് ആണെന്ന് തോന്നിപ്പിക്കണം. അവരുടെ രീതിക്കനുസരിച്ച്,
അവരുടെ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള സംഭവമാണ് നിങ്ങളുടെ കോൺസെപ്റ്റ് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യണം. അത് നിങ്ങളുടെ മർച്ചൻഡൈസിങ്ങിൽ, നിങ്ങളുടെ ഇൻറ്റീരിയേഴ്സിൽ, നിങ്ങൾ അവിടെ വരുമ്പോൾ അവരോട് ഇടപഴകുന്ന രീതിയിൽ എല്ലാം ഈ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ജനറേഷനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല. ഡിജിറ്റൽ പ്രസൻസ് എല്ലാ തരത്തിലും 360 ഡിഗ്രിയിൽ അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഷോപ്പ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും അവരറിഞ്ഞെന്ന് വരില്ല. മാത്രമല്ല, അവരിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ, മാർക്കറ്റിംഗ് മെസ്സേജ് മാത്രമല്ല പ്രൊഡക്റ്റുകളാണെങ്കിലും എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സർവീസ് ഡെലിവറിയെ മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയണം. മൂന്നാമത്തെ കാര്യം കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും ഇന്ന് കാലത്ത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് ആളുകൾ പോകുന്നത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അല്ലെങ്കിൽ ഇന്ന് അനവധി പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്ക് വളരെ ചെറിയ പ്രൈസിൽ സാധനങ്ങൾ മേടിക്കാൻ. അജിയോ പോലുള്ള റിലയൻസിൻ്റെ പ്ലാറ്റ്ഫോമുകളൊക്കെ, അതുപോലെ ടാറ്റ ക്ലിക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ, ഇത്തരം പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ വളരെ നല്ല റേറ്റിൽ നമുക്ക് സാധനങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഒരു ഷോപ്പിലേക്ക് ഇന്ന് ഒരാൾ പോകുന്നത്? ഒരു സംശയം വേണ്ട, ഒരു എക്സ്പീരിയൻസിനാണ്. ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിനാകാം, ചിലപ്പോൾ ഫാമിലി ആയോ കൂട്ടുകാരൊക്കെ ആയോ ഉള്ള ഒരു കറക്കത്തിനോ ഒരു ഔട്ടിങ്ങിനോ ആ എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയാകാം. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലായിരിക്കണം ഇന്ന് ഷോപ്പുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ഫോട്ടോ സ്പോട്ടുകൾ വേണം, ഇൻട്രാക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം, ചിലപ്പോൾ കഫേ വേണ്ടി വരും, കളിസ്ഥലങ്ങൾ വേണ്ടി വരും, സംസാരിക്കാനും ചാറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സംവിധാനങ്ങൾ വേണ്ടി വരും. മാത്രമല്ല, അവിടേക്ക് വരുമ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ട് അവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ വേണ്ടി വരും. പണ്ടത്തെ പോലെ പിറകെ നടന്ന് അവരെ ശല്യം ചെയ്യുന്ന സെയിൽസ്മാൻമാരെ പലപ്പോഴും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം പുതിയ ജനറേഷന് വേണ്ടത് ഫ്രീഡമാണ്. ഫ്രീഡവും കൺവീനിയൻസും കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത്തരത്തിലുള്ള കസ്റ്റമർ എക്സ്പീരിയൻസ് ഇനി നിങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തന്നെ ഒന്നുകിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടച്ചു പൂട്ടേണ്ടി വരും. ഒരു സംശയവും വേണ്ട. ഏറ്റവും അവസാനമായി പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് പ്രൈസിംഗ് ആണ്. പലപ്പോഴും നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന രീതികൾ ഒരു മാറ്റം വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകളെല്ലാം തന്നെ ഒരു മീഡിയം ലെവലിലാണ് പിടിക്കാറുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള കാലഘട്ടത്തിൽ ആളുകൾക്ക് അങ്ങനെ ഒരു മീഡിയം ലെവൽ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ പോലുള്ള സംവിധാനങ്ങൾ വളരെ ചെറിയ പ്രൈസിൽ ഏറ്റവും പുതിയ ഫാഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. 2-3 തവണ ഇട്ടാൽ തന്നെ അത് തീർച്ചയായിട്ടും ലാഭകരമാണ്. അതിൻ്റെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നു എന്നുള്ള ഫീലിംഗ് കിട്ടും. ഓട്ടോമാറ്റിക്കലി എല്ലാ ആളുകളും പ്രായഭേദമന്യേ, ഒരുപക്ഷെ ഈ സോഷ്യൽ ഇക്കണോമിക് ക്ലാസ്സുകളുടെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ ആളുകളും സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവർ ഫാഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ അട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഒന്നുകിൽ സ്റ്റുഡിയോ പോലെ വളരെ ചെറിയ പ്രൈസിൽ ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും യുണീക്കായിട്ടുള്ള സാധനങ്ങൾ. ഇഷ്ടംപോലെ ബൊട്ടീക്കുകൾ ഇപ്പോഴും വളർന്നു വരുന്നുണ്ട്. കാരണം എന്താ, അത് വളരെ കസ്റ്റമൈസ്ഡ് ആണ്, വളരെ യുണീക്കാണ്, ഒറ്റ പീസേ ഉള്ളൂ. സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഒരു പ്രശ്നം, നമ്മൾ ഇട്ട് നടക്കുന്ന ഷർട്ട് ചിലപ്പോൾ 4 പേരും കൂടി ഇട്ട് നടക്കുന്നത് ഒരേ ദിവസം തന്നെ ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൊട്ടീക്സ് ഉണ്ട്. ഈ ബൊട്ടീക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യുണീക്കായിട്ടുള്ള സ്റ്റൈലിൽ, ഡിസൈനിൽ ഒക്കെ സാധനങ്ങൾ ധരിക്കാം. പക്ഷേ പ്രൈസ് ഒബ്വിയസ്ലി ഓൺ എ ഹയർ എൻഡ് ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് പലപ്പോഴും ഈ ഫാമിലി കൗണ്ടേഴ്സ് ഉള്ളത്. ഞാൻ ഈയിടെ കുറച്ച് ഫാമിലി കൗണ്ടേഴ്സിലൊക്കെ കൊച്ചിയിൽ പോയപ്പോൾ പ്രൈസിനൊന്നും ഒരു കുറവില്ല. സ്റ്റുഡിയോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്കത് വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഒരാൾ ഫാമിലി കൗണ്ടറിൽ വന്ന് മേടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി പ്രൈസ് കൊടുത്താൽ വേണമെങ്കിൽ നമുക്ക് യുണീക്കായിട്ടുള്ള ഡിസൈൻസ് ബുട്ടീക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ യുണീക്നെസ്, ഫാമിലി കൗണ്ടേഴ്സിൻ്റെ യുണീക്നെസ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. അടുത്തൊരു പോയിന്റ് കൂടിയുണ്ട്. ഇപ്പം ആകെ കൂടി പിടിച്ചു നിൽക്കുന്നത് വെഡ്ഡിങ് കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഒരുപാട് ആളുകൾ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും എല്ലാ സാധനങ്ങൾ കിട്ടാനുമുള്ള സംവിധാനം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഫാമിലി കൗണ്ടറുകൾ പിടിച്ചു നിൽക്കുന്നത്. ഫാമിലി കൗണ്ടറുകൾ എന്നുള്ളതിൽ മാറി വെഡ്ഡിങ് മോളുകൾ, വെഡ്ഡിങ് കൗണ്ടറുകൾ എന്നുള്ള രീതിയിലേക്കൊക്കെ അത് മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, വെഡ്ഡിങ്ങിലും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ പോലത്തെ ആർഭാടകരമായ വെഡ്ഡിങ്ങോ, വലിയ ജോയിന്റ് ഫാമിലികളും ഒരുപാട് ബന്ധുക്കളുമായിട്ടുള്ള വെഡ്ഡിങ്ങോ, ഒരുപാട് വലിയ ഷോപ്പിങ്ങോ പർച്ചേസോ ഒന്നും പുതിയ കാലത്തുള്ള വെഡ്ഡിങ്ങുകളിൽ നടക്കുന്നില്ല. വെഡ്ഡിങ് നടക്കുന്നത് പോലും അറിയുന്നില്ല. പല സ്ഥലങ്ങളിൽ വെഡ്ഡിങ് നടക്കുന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 5 വർഷത്തിനുള്ളിൽ വെഡ്ഡിങ്ങിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ തീർച്ചയായിട്ടും മാറ്റത്തിനനുസരിച്ച് സ്ട്രാറ്റജികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിലനിൽക്കാം. ഓൾ ദ ബെസ്റ്റ്.